മുൻ ഉപപ്രധാനമന്ത്രിയും മുതിർന്ന ബി.ജെ.പി. നേതാവുമായ ലാൽകൃഷ്ണ അദ്വാനിക്ക് ഭാരതരത്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിലൂടെയാണ് സന്തോഷം പങ്കുവച്ചത്. ഭാരതരത്ന ഏറെ വിനയപൂർവ്വം സ്വീകരിക്കുന്നതായും ദീൻദയാൽ ഉപാധ്യായെയും വാജ്പേയിയെയും സ്മരിക്കുന്നുവെന്നും അദ്വാനി പറഞ്ഞു. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും നന്ദിയെന്നും അദ്വാനി പ്രസ്താവനയിലൂടെ അറിയിച്ചു. രാജ്യത്തിന്റെ വികസനത്തിന് വലിയ സഹായം ചെയ്ത വ്യക്തിയാണ് അദ്വാനിയെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു. ആദരണീയനായ രാഷ്ട്രതന്ത്രജ്ഞരിൽ ഒരാളാണ് എൽ.കെ. അദ്വാനി. ദേശീയ ഐക്യത്തിനും സാംസ്കാരിക പുനരുജ്ജീവനത്തിനും സമാനതകളില്ലാത്ത ശ്രമങ്ങൾ അദ്വാനി നടത്തിയെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. 2002 മുതൽ 2004 വരെ ഉപപ്രധാനമന്ത്രിയായിരുന്ന അദ്വാനി 1998 മുതൽ 2004 വരെ ആഭ്യന്തരമന്ത്രിയുമായി പ്രവർത്തിച്ചു. ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ വലിയ പ്രയോക്താക്കളിൽ ഒരാളാണ് അദ്വാനി. 1990-ൽ അയോധ്യയിലെ രാമക്ഷേത്ര വിഷയം ഉന്നയിച്ച് അദ്വാനി നടത്തിയ രഥയാത്ര ഒടുവിൽ ബാബറി മസ്ജിദിന്റെ തകർക്കൽ വരെ കാര്യങ്ങളെ മാറ്റി. ദേശീയ രാഷ്ട്രീയത്തിന്റെ ഗതി തന്നെ മാറ്റിയതാണ് ആ രഥയാത്ര. ജനസംഘം ബി.ജെ.പി. ആയി മാറിയപ്പോൾ കരുത്തുറ്റ നേതാവായി വാജ്പേയിക്കും മുരളി മനോഹർ ജോഷിക്കുമൊപ്പം അദ്വാനി മുന്നിൽ നിന്ന് നയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ ഗുരു കൂടിയാണ് എൽ.കെ. അദ്വാനി. അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തിയതിന് പിന്നാലെയാണ് അദ്വാനിക്ക് ഭാരതരത്ന പ്രഖ്യാപിച്ചത്. ഭാരതരത്ന പ്രഖ്യാപനത്തിന് പിന്നാലെ അദ്വാനി സന്തോഷത്തിലാണെന്ന് മകൾ പ്രതിഭ അദ്വാനി പറഞ്ഞു. പ്രധാനമന്ത്രിക്കും ജനങ്ങൾക്കും നന്ദിയെന്നും അവർ കൂട്ടിച്ചേർത്തു. बहुत खुशी है मुझे भी पूरे परिवार को कि दादा को इतना बड़ा सम्मान देश का सर्वोच्च सम्मान मिला है. നേരത്തെ ബീഹാർ മുൻ മുഖ്യമന്ത്രിയും സോഷ്യലിസ്റ്റ് നേതാവുമായ കർപ്പൂരി താക്കൂറിന് മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന പ്രഖ്യാപിച്ചിരുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി.